വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ 2 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഇതൊക്കെ കണ്ടോ, ഇത് ഫുള്ള് നമുക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് തുറന്നു നോക്കിയിട്ടില്ല. 2 എണ്ണം എനിക്ക് 2 ദിവസം മുന്നേ കിട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് ഒരുമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ മുകളിൽ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. റോഡിൻ്റെ സൈഡിലാണ് ഹോസ്റ്റൽ. അതുകൊണ്ട് ആകെ ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മൈൻഡാക്കണ്ട കേട്ടോ. അത് ഞാൻ വീട്ടിൽ നിന്ന് മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാഴ്സൽ കയ്യിൽ കിട്ടിയിട്ട് തുറന്ന് നോക്കാതിരിക്കണത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് അറിയില്ല. നമുക്ക് ആദ്യമായിട്ട് ഒരാൾ ഗിഫ്റ്റ് തരുന്നതല്ലേ, അറിയില്ലാത്ത ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും ഒക്കെ കൂടെ ഞാൻ എന്നിട്ട് തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുറന്നു വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ വർത്തമാനം പറയല്ലേ, എനിക്ക് ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല. എനിക്ക് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ 2 എണ്ണം കിട്ടിയപ്പോൾ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്താണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഒരുമിച്ച് തുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഫസ്റ്റ് വേണം വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നേക്കണത്. ഇതൊരു റിങ്ങാണ് കേട്ടോ. നല്ല പാക്കേജിങ് ഒക്കെയാണ്. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിതൊക്കെ ഓർഡർ ചെയ്തത് മീഷോന്നാണ്. അപ്പോൾ നമുക്കിതൊരു മീഷോ ഹോൾന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൻ്റെ മേലെ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയില്ല എവിടെ നിന്നാണ്. ഇപ്പോൾ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നൊക്കെ ഇങ്ങനെ പാഴ്സൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഞാൻ തുറന്നിട്ട് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ്. എനിക്കിത് പാകമാണ് കേട്ടോ. പാകം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പൊടി ലൂസ് ഉണ്ട്. കണ്ടോ, ഇവരെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതിൽ നിറച്ചും ബ്ലാക്ക് സ്റ്റോൺസ് ആണ്. എന്നിട്ട് ഇതേപോലെ ഒരു ഇല വന്നിട്ട് അതിൻ്റെ നടുക്കൂടെ വൈറ്റ് കളർ സ്റ്റോൺ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഡ്രസ്സില്ലേ. ഇത് കയ്യിൽ കിടക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് തുറന്നു നോക്കാം. അടുത്തത് എന്താണ്? അടുത്തതും റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ എന്താ പറയുക സ്റ്റെഡിൻ്റെ കമ്മലുണ്ട്. ഇതിൻ്റെ കൂടെ ഗിഫ്റ്റാന്ന് തോന്നുന്നു. ഇതേപോലെ 3 റിങ്ങാണ്. ഞാൻ മറ്റേ മോതിരം ഊരിട്ടോ ഇതിട്ട് കാണിക്കാം. ഇതുണ്ടോ, നടുവിൽ ഒരു എന്താ പറയുക പിങ്ക് കളറ്, ചുറ്റും വൈറ്റ്. അതിൻ്റെ തന്നെ ഒരു 3 സെറ്റാണിത്. കണ്ടോ, കണ്ടോ, ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരെണ്ണം വലുതാണ് എനിക്ക്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് വലിയ സീനില്ല. ഇതും ഞാൻ ഇട്ട് കാണിക്കാം. ഇതാണ് നമ്മളുടെ റിങ്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഒറ്റ സ്റ്റോണാണ് വരുന്നത് നടുക്ക്. ഇത് ഇങ്ങനെ നടുവിലൊരു സ്റ്റോണ്, പിന്നെ 2 വൈറ്റ്, ഒരു ഗ്രീന്. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് വന്നിട്ട്. ഹലോ, ഇത് ഒരെണ്ണമായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഇങ്ങനെ രസമുണ്ട് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ രണ്ടും റിങ്ങാണ്. റിങ്സാണ്. 3-4 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് അത് തുറന്ന് നോക്കിയതാണല്ലേ. അടുത്ത നോക്കട്ടോ. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോണ്ട് അപ്പുറത്തെ വീട്ടിലെ പട്ടി വയ്ക്കുന്നത് എന്നെ കാണാൻ കൂടി പറ്റില്ല. ഇത് റിങ്ങല്ല കേട്ടോ, ഇതൊരു എന്താ പറയാ നമ്മളെ വളയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് റോസ് ഗോൾഡിൽ വരുന്നതാണ്. നമുക്ക് വാച്ചൊക്കെ ഇടുമ്പോൾ അതിന് കൂടെ ഇടാൻ പറ്റിയതാണ്. ഉണ്ടോ ഇങ്ങനെ വരുന്നത് ഈ കടായി മോഡലാണിത്. വാച്ചൊക്കെ ഇടുമ്പോൾ അതിന് കൂടെ ഇങ്ങനത്തെ കൂട്ട് ഒന്ന് പെയർ ചെയ്തിട്ടില്ലേ ഇതേപോലെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര തിന്നാണ് കണ്ടോ, ചെറിയൊരു വളയാണ്. ഇത് പൊട്ടൂലായിരിക്കും. ഓക്കേ, നമുക്ക് ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ കണ്ടോ ചെറിയൊരു ലവിൻ്റെ പോലെ ഉണ്ട്, ഇവിടെയും അതേപോലെ. ഇതിലും ചെറിയ ഓരോ സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി, എനിക്കിഷ്ടമായി. ഇനി ബാക്കി നോക്കാം. ഇതെന്തായാലും കയ്യിൽ കിടക്കട്ടെ. ഇത് നമ്മളുടെ ഏറ്റവും വലുതിൻ്റെ താഴത്തെ വലുത്. ഇപ്പം നമ്മൾ തുറന്നൊക്കെ ചെറിയ ചെറിയ പൊതികളാണ്, പാക്കറ്റുകളാണ് കേട്ടോ. ഇത് എന്താണ്, ജുവൽസ് ഗാലക്സി എന്നൊരു ബോക്സാണ്. നോക്കിക്കോളൂ, ഞാൻ നോക്കുന്നില്ല, ഫസ്റ്റ് ഇങ്ങനെ നോക്കിക്കോ. ഇത് കമ്മലിൻ്റെ ഒരു സെറ്റാണ്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ കമ്മൽ കിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതല്ലേ. വലിയ ഹൂക്സ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ തൂങ്ങി കിടക്കണതുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഫിനിഷിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഈ പൊടി പോലത്തെ ഇല്ല, എനിക്ക് ഇങ്ങനത്തതാണ് ഇഷ്ടം. കണ്ടോ, കാണില്ലേ നിങ്ങള്? നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ഹുക്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുണ്ട്. അതൊരു വെറൈറ്റി ആണ്. ഇതിനുള്ളിലൊരു ലവ് ഉണ്ട്, കാണില്ലേ? ഇത് കണ്ടോ, ഇതിങ്ങനെ തൂങ്ങി കിടക്കണ ഒരു സംഭവമാണ്. ഇതിനിട്ടാൽ മാച്ച് ആവൂലേ. പക്ഷെ ഇപ്പം ഞാൻ ഗോൾഡിൻ്റെ ഒരു കമ്മല ഇട്ടേക്കണേ. ഇനിയിപ്പോൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബാക്കിലെ പിരിയില്ലേ അത് പോവും. പിന്നെ തപ്പി പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഇടാം, കാരണം അത് ഊരി വെക്കണം. ഹോസ്റ്റലിൽ ഒന്ന് ഊരി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ കമ്മലിൻ്റെ സെറ്റ്. നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. ഇത് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് ഞാൻ തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ്. ഇതെന്തോ ഡ്രസ്സ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ യൂഷ്വൽ സൈസ് എത്രയാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ. ഞാനപ്പോൾ ലാർജ് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നോക്കാം. ബാക്കി എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് നമുക്ക് തൊട്ടൊക്കെ മനസ്സിലാവില്ല. ഡ്രസ്സൊക്കെ പാക്കറ്റ് വരുമ്പോൾ ഡാർക്ക് ബ്ലൂ. ഇപ്പം നമ്മളുടെ ലാസ്റ്റ് മനസ്സിലായി ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, റയോൺ മെറ്റീരിയലാണ്, നേവി ബ്ലൂ കളറാണ്. അതിൽ ഇത് കാണാനൊരു എംബ്രോയ്ഡറി പോലെ ഉണ്ട്, പക്ഷെ പ്രിൻ്റാണ്, വൈറ്റ് പ്രിൻ്റാണ് വരുന്നത്. ഇങ്ങനെ അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം.
3/4 സ്ലീവ് ഒക്കെ ആയിട്ട് 3/4 സ്ലീവ് ഉണ്ട്. പിന്നെ ഉള്ളിൽ ലൈനിങ് ഇല്ല, ചെറുതായിട്ട് നേലൊരിക്കും റയോൺ മെറ്റീരിയലാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ബാക്കിലത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? കണ്ടോ, ഈ ബാക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൽ കൂടെ. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ്. എനിക്ക് എല്ലാം നല്ല ഇഷ്ടമായി, അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ പേര് പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അവരുടെ പേരെടുത്ത് പറയാത്തത്. അപ്പോൾ നമുക്ക് എല്ലാ ഗിഫ്റ്റും ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. നമുക്ക് യൂട്യൂബിൽ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. യൂട്യൂബിലെ സൈഡിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ള പേരിൽ ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താ പറയുക, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണാൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.